പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സകല ജനപദങ്ങളുടെയും സ്തുതികൾക്ക് യോഗ്യനായ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഷാജ നഴ്സസ് മിനിസ്ട്രിയിലെ നഴ്സുമാർ അവരറിഞ്ഞ ഈശോയെ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നമ്മളെ ഷാലോം പ്രഷർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയാലോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് ജിനി. ഞാനും ഹസ്ബൻഡും 3 മക്കളുമായി ഷാർജയിൽ താമസിക്കുന്നു. ഞാൻ ഷാർജയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ നാട്ടിൽ തൃശ്ശൂർ കുറ്റിക്കാട് ഇടവകംഗമാണ്. എൻ്റെ പേര് സോണിയ. ഞാൻ ഹസ്ബൻഡും 2 മക്കളുമായി ഷാർജയിൽ താമസിക്കുന്നു. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ കണ്ണൂർ കുന്നോത്ത് ഇടവകാംഗമാണ്. സോണിയ, നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് നമ്മളുടെ മാതാപിതാക്കളിൽ നിന്ന് ആണല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ചേച്ചി, ഞാൻ എൻ്റെ കുടുംബത്തിൽ ചാച്ചനും അമ്മയും 9 മക്കളുള്ള ഒരു ഫാമിലിയിലാണ് വളർന്നു വന്നത്. അതിൽ തീർച്ചയായിട്ടും ഈശോനെ ആദ്യമായി അറിയുന്നതും അനുഭവിക്കുന്നതും എൻ്റെ മാതാപിതാക്കളിലൂടെ തന്നെയാണ്. ഞങ്ങളുടെ അമ്മ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അമ്മ ചെറുപ്പം മുതൽ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങളെ അയക്കുമായിരുന്നു. അന്നൊക്കെ അതിന് മടി കാണിക്കുമ്പോൾ അമ്മ പറയും, ഈശോയുടെ അടുത്തെത്തി കഴിയുമ്പോൾ ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ വളർത്തിയെന്ന് എനിക്ക് ഈശോയ്ക്ക് ഉത്തരം കൊടുക്കേണ്ടതാണ്. അപ്പം വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഉറച്ചു നിൽക്കേണ്ട ഒരു ആവശ്യകത എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. അതുപോലെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളുണ്ടാകുമ്പോൾ എത്രയും ക്ഷമയോടുകൂടി ശാന്തതയോടുകൂടി അതിനെ സ്വീകരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതുപോലെ ഈശോയ്ക്ക് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കണമെന്ന് അമ്മ എപ്പോഴും ഊന്നി പറയുമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വെക്കേഷന് വീട്ടിൽ വരികയാണ്. അപ്പം വീട്ടിലെത്തിയപ്പോൾ അമ്മ എനിക്ക് തോന്നുന്നു 3 മണി നേരത്തെ പ്രെയർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ കാണാനുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഓടി വരുന്നത്. അപ്പം അമ്മ ജസ്റ്റ് എന്നെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് അമ്മയുടെ പ്രെയർ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അന്ന് എനിക്കത് ഒത്തിരി വിഷമമുണ്ടായി. ഞാൻ പോയി ശരിക്കും കരഞ്ഞു. അമ്മ പക്ഷേ അമ്മയുടെ പ്രാർത്ഥനയെല്ലാം ചൊല്ലിത്തീർത്ത് അമ്മ മെല്ലെ വന്ന് എന്നെ ആശ്വസിപ്പിക്കാനുണ്ടായത്. ഇതിൽ നിന്നെല്ലാം പിന്നീട് ഞാൻ പഠിച്ചത് ഈശോയ്ക്ക് നമ്മളുടെ ജീവിതത്തിൽ എല്ലാവരെക്കാളും 1-ാം സ്ഥാനം നൽകണമെന്നാണ്. സോണിയുടെ അമ്മ പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും അനുകരിക്കേണ്ടതാണ്. എൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് ചെറുപ്പം മുതലേ വിശ്വാസ ജീവിതത്തിൽ ഞാൻ വളർന്നെങ്കിലും അത് കൂടുതൽ അടിയുറച്ചത് എൻ്റെ കല്യാണത്തിന് ശേഷം. ഞാൻ എൻ്റെ 2ാമത്തെ മകളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ 4-ാം മാസത്തെ സ്കാനിങ് അനോമാലി സ്കാൻ ചെയ്തു. അതിൽ കുഞ്ഞിനെല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് 6-ാം മാസത്തിൽ ഞാൻ ഒരു റുട്ടീൻ ചെക്കപ്പിന് വേണ്ടി ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ സ്കാൻ ചെയ്തതിന് ശേഷം എന്നോട്, ഞാൻ പേഴ്സണലി അറിയുന്നൊരു ഡോക്ടറായിരുന്നു, എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറായിരുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ജിനി, നീ അനോമാലി സ്കാൻ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അനോമാലി സ്കാൻ ഞാൻ ചെയ്തതാണ്. അതിൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട, എല്ലാം ഓക്കെ ആണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് വീണ്ടും ചോദിച്ചു, നീ ആർ യു ഷുവർ, നീ ചെയ്തതാണോ, എന്തായിരുന്നു അതിൻ്റെ ഫൈൻഡിങ്സ് എന്ന്. അപ്പോൾ എനിക്ക് അന്നേരം ഡോക്ടർ വീണ്ടും ചോദിച്ചപ്പോൾ എന്തോ അതിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായി. അപ്പോൾ ഞാൻ ഡോക്ടറോട് വീണ്ടും ചോദിച്ചു, ഡോക്ടർ എന്താണ് ഇത്, എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു നേഴ്സല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിന്നോട് ഓപ്പണായിട്ട് പറയുകയാണ്, കുഞ്ഞിൻ്റെ ബ്രെയിനകത്ത് ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, അപ്പോൾ ഹൈഡ്രോസെഫാലസിന് ചാൻസ് കൂടുതലാണെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി. ഈശോയെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഹൈഡ്രോസെഫാലസ് ഉള്ളൊരു കുഞ്ഞിനെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ എന്തുമാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. ഞാൻ അപ്പോൾ തന്നെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ഫൈൻഡിങ്സ് കാണുന്നുണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അന്നേരം എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ചിലപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടി നിങ്ങൾ എടുക്കുക, ചിലപ്പോൾ ഈ മെഷീൻ്റെ കുഴപ്പമാണെങ്കിലോ. ഡോക്ടർ എന്നെ ആശ്വസിപ്പിച്ച് വിട്ടു, നീ പുറത്ത് പോയിട്ട് വേറൊരു സ്കാൻ കൂടി ചെയ്യാൻ. ഞാനങ്ങനെ അന്ന് തന്നെ അവിടെ നിന്ന് ഡ്യൂട്ടി പകുതിക്ക് ഓഫ് എടുത്ത് ഞാൻ പുറത്ത് വന്ന ഒരു റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും സ്കാൻ ചെയ്തു. ആ സ്കാനിങ്ങിലും ഈ സെയിം ഫൈൻഡിങ്സ് തന്നെയാണ് കണ്ടത്. അപ്പോൾ ആ റേഡിയോളജിസ്റ്റ് എന്നോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ 15 ഡേയ്സ് കൂടുമ്പോഴും റിപ്പീറ്റ് ചെയ്ത് സ്കാൻ ചെയ്യണം. 9th മന്ത് വരെ നിങ്ങൾ ഇത് പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം. എല്ലാ 15 ഡേയ്സിൽ സ്കാൻ ചെയ്യണം. അപ്പോൾ കുഞ്ഞിൻ്റെ ഹെഡിൻ്റെ വലിപ്പം കൂടുകയാണെങ്കിൽ ഒരിക്കലും നിനക്ക് നോർമൽ ഡെലിവറി പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നീ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു.
ഈ റിസൾട്ട് കൈ കിട്ടിയപ്പോൾ തുടങ്ങി നമ്മൾ വളരെയധികം, നമുക്കറിയാലോ ഒരു കുഞ്ഞിന് അബ്നോർമലായിട്ടൊരു കുഞ്ഞ് നമുക്ക് ജനിച്ചു കഴിഞ്ഞാലുണ്ടാവുന്ന അന്നത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ച് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. ഞാൻ ഈശോയോടും മാതാവിനോടും ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞ് പ്രാർത്ഥിച്ചു. രാത്രി കാലങ്ങളിൽ രാത്രി ഒന്നും ഉറക്കില്ലാതെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് ഒരു ദിവസം എൻ്റെ സങ്കടം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, സപ്പോസ് നിനക്ക് ഈ കുഞ്ഞ് എങ്ങനെയാണ് ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ നീ ആ കുഞ്ഞിനെ കളയുമോ എന്ന് വെച്ചു. അതെന്നെ ഒത്തിരി എന്നെ ഹേർട്ട് ചെയ്തു. എൻ്റെ ഈശോ എനിക്ക് തരുന്ന ഒരു കുഞ്ഞിനെ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ രൂപാന്തരപ്പെടുത്തി. അല്ല, എനിക്ക് എൻ്റെ യേശു തന്നെ എന്നെ ശക്തിപ്പെടുത്തി എന്ന് വേണം പറയാനായിട്ട്. ഈ കുഞ്ഞ് എങ്ങനെയുള്ള കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള ഒരു അനുഗ്രഹം തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നീടുള്ള സ്കാനിങ്ങിൽ ഒരു സ്കാനിങ് കൂടി ഞാൻ പോയി, സെയിം ഫൈൻഡിങ്സ് തന്നെ വന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി ഞാൻ സ്കാനിങ്ങിന് പോവില്ല, ഓരോ പ്രാവശ്യം സ്കാനിങ്ങിന് പോവും, തിരിച്ചു വരും, കരയും. അപ്പോൾ അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ 9ാം മാസം ഒരു അവസാനത്തെ ഒരു സ്കാനിങ്ങിന് കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ ഹെഡിൻ്റെ സൈസ് നമുക്കറിയണമല്ലോ, നോർമൽ ഡെലിവറി പോസിബിൾ ആണോ എന്നറിയാൻ വേണ്ടി അവസാനത്തെ സ്കാനിങ്ങിന് ഞാൻ പോയി. അവിടെ സ്കാൻ ചെയ്ത ഡോക്ടർ അത് ഡിഫറെൻറ്റ് ഡോക്ടറായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് സിസ്റ്റമല്ല, ഫയലാണ് നമ്മുടെ റിപ്പോർട്ടൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇവർക്ക് എൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവർ സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല, നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഞാൻ വീണ്ടും ചോദിച്ചു, ഡോക്ടർ ഷുവർ ആണോ കുഞ്ഞിൻ്റെ എല്ലാ ഫൈൻഡിങ്സും മെഷർമെൻറ്റും ഒക്കെ ഞാൻ ഒന്നും കൂടി ചോദിച്ചപ്പോൾ എല്ലാം നോർമൽ, ഒരു കുഞ്ഞിൻ്റെ എല്ലാ മെഷർമെൻറ്റും ഉണ്ട്, നിങ്ങൾക്ക് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാം, കുഴപ്പമില്ലാന്ന്. അപ്പം ഞാൻ 2 പ്രാവശ്യം ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഡോക്ടറിനോട് ചോദിച്ച് എന്തെങ്കിലും ഒരു അറബ് നാഷണൽ ഡോക്ടറായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, മുന്നേ നീ ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, നിനക്ക് മുന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്ന്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ 6ാം മാസത്തിൽ ചെയ്തപ്പോൾ കുഞ്ഞിനിങ്ങനെ ഹൈഡ്രോസെഫാലസിന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് അങ്ങനെ യാതൊരു ഫൈൻഡിങ്സും ഇല്ല, ഒരു നോർമൽ ബേബിയുടേതായ ഫൈൻഡിങ്സ് ചെയ്യണത്തുള്ളൂ, നിനക്ക് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ സംഭവത്തിന് ശേഷം ഞാനും കുടുംബവും യേശുവിനോട് കുറച്ചും കൂടി കൂടുതലായിട്ട് അടുക്കുവാനും യേശുവിൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. എൻ്റെ ജീവിതത്തിൽ വളരെ അന്വർത്ഥമായിട്ടുള്ള ഒരു ബൈബിൾ വചനമാണിത്. ചെറുപ്പം മുതൽ എനിക്ക് ഈശോ അർഹിക്കുന്നതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തരുമായിരുന്നു. എൻ്റെ മാതാപിതാക്കളാണെങ്കിലും എൻ്റെ സഹോദരങ്ങളാണെങ്കിലും എനിക്ക് കിട്ടിയ ടീച്ചേഴ്സ്, എനിക്ക് കിട്ടിയ ഫ്രണ്ട്സ്, എനിക്ക് കിട്ടിയ ജോലി, പിന്നീടങ്ങ് വന്നപ്പോൾ എനിക്ക് കിട്ടിയ കുടുംബജീവിതം, എൻ്റെ മക്കളെ, എല്ലാത്തിലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കാണാറുണ്ട്. എപ്പോഴും എനിക്ക് ഏറ്റവും നല്ലത് തരാനായിട്ട് എൻ്റെ ഈശോ ഇടപെടുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഈശോയോട് വെറുതെ സംസാരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മ്യൂസിക് മിനിസ്ട്രിയിലും പിന്നെ ഓൺലൈൻ അഡോറേഷനിലൊക്കെ കയറി പങ്കെടുക്കാറുണ്ട്. ജീവിതത്തിൽ ചെറിയ ചെറിയ സഹനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആ സഹനങ്ങളുണ്ടാകുമ്പോൾ അത് എൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, അതെൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് അപ്പോൾ തന്നെ എനിക്ക് ഈശോ കാണിച്ചു തരാറുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ UAE-യിലുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്ന് ജോലി എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്യുന്നത് തന്നെ. ഹാദിൻ്റെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചർ പറഞ്ഞു, സോണി നിനക്ക് തീർച്ചയായിട്ടും എക്സാം പാസ്സാകാൻ പറ്റുമെന്ന്. ഞാൻ ആ കോൺഫിഡൻസോടു കൂടി ഹാദിൻ്റെ എക്സാമിന് ഡൽഹിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ആ എക്സാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു എക്സാമിന് ഫെയിലാകുന്നത് ആ എക്സാമിനാണ്. ഞാൻ ഒരുപാട് വിഷമിച്ചു. പക്ഷേ ആ കാലഘട്ടത്തിൽ അവിടുന്ന് റിസൈൻ വെച്ചു വീട്ടിലോട്ട് വന്നു. വീട്ടിലെത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖം വരികയും പിന്നീട് എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ ഞാൻ ആ എക്സാം പാസ്സായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വന്നൊരു ജോലിക്ക് കയറത്തതേ ഉള്ളൂ. അങ്ങനെ ദൈവം അതിലൂടെ എന്നെ നയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ അവസാന നാളുകളിൽ അമ്മയെ ശുശ്രൂഷിക്കാൻ, അമ്മയുടെ മരണം വരെ അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് ഒരവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. പക്ഷേ അമ്മ 2013 നവംബറിലാണ് മരിക്കുന്നത്. മരിക്കുന്നതിന് ഒരു 2 മാസം മുന്നേ, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പം ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ നാട്ടിൽ വരികയും ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആകാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു എനിക്ക്. പക്ഷേ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത ഞാൻ അവിടെ പോയി അത് അറ്റൻഡ് ചെയ്യുകയും 10,000ങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ ദൈവം ആ ഒരു ജോലിയിലേക്ക് ചൂസ് ചെയ്യുകയും ചെയ്തു. ഇതിലൂടെ എല്ലാ നന്മയ്ക്കായി മാറ്റുന്ന ഒരു ഈശോയെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് സോണിയ. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ കുർബാനയിലും കൊന്തകളിലും പ്രാർത്ഥനകളിലൊക്കെ സജീവമായിരുന്നെങ്കിലും എനിക്ക് ഈശോയായിട്ട് ഒരു പ്രത്യേകമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്നില്ല.
ഞാൻ നഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ PTS പീരീഡിൽ നമുക്കൊരു 1 വീക്ക് ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് ഈശോയ്ക്ക് എന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി, അല്ലെങ്കിൽ ഈശോയ്ക്ക് എന്നോടുള്ളൊരു സ്നേഹം, അതിനെക്കുറിച്ച് കുറച്ചും കൂടി ആഴമായി മനസ്സിലാക്കുവാനും ഈശോയ്ക്ക് എന്നെ വേണമെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാവാൻ ഇടയായത്. കാരണം എൻ്റെ ചൈൽഡ്ഹുഡ് വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫാദർ വളരെ ചെറുതിലേ മരിച്ചു പോയതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് ആയിരുന്നു. എന്നെ ഈശോയ്ക്ക് വേണ്ട, അതുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ജീവിതത്തിൽ വന്നതെന്നുള്ളൊരു തോട്ട് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നെ അലട്ടുമായിരുന്നു. പക്ഷേ ഈ ധ്യാനത്തിന് ശേഷം എനിക്കത് അങ്ങനെയല്ല, ഈശോയ്ക്ക് എന്നെയും വേണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വന്നു. അതുവഴി എനിക്ക് ഈശോയോട് കൂടുതൽ അടുക്കുവാനും എൻ്റെ പിന്നീടുള്ള എൻ്റെ നഴ്സിംഗ് കാലഘട്ടത്തിൽ ഇതുവരെയുള്ള ജീവിതത്തിൽ യേശുവായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ആ ധ്യാനത്തിലൂടെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശോയോട് മാത്രമല്ല, മാതാവിനോടും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അമ്മയെ എൻ്റെ കൂടെ കൂട്ടുവാനായിട്ട് എൻ്റെ ജീവിതത്തിലൂടെ നീളം കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നഴ്സിംഗ് കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, നമ്മൾ വീടൊക്കെ വിട്ട് തന്നെക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മളുടെ അമ്മമാരോട് എല്ലാവർക്കും ഒരു ഇൻറ്റിമസി കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അമ്മേനെ കുറിച്ചൊക്കെ ഓർക്കുന്ന സമയത്ത് തന്നെക്കിരുന്ന് നമ്മൾ വിഷമിക്കുമ്പോൾ എനിക്ക് ഈ മാതാവിനോട് കൂടെ ചേർന്നുകൊണ്ട് നടക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചേച്ചി, എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഈശോയോടായിരുന്നു കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. മാതാവിന് ജപമാല അർപ്പിക്കുമായിരുന്നു, വീട്ടിൽ നൊവേനകൾ കൂടുമായിരുന്നു. എങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈശോയുടെ ഈശോയുടെ അടുത്തായിരുന്നു ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ അടക്ക് കഴിഞ്ഞ് ആ പള്ളിയിലോട്ട് പോകുന്ന ഒരു സമയത്ത് നമുക്ക് ഒരുപാട് വേദനയുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അമ്മ പോകണമെങ്കിൽ പോയിക്കോട്ടെ, എൻ്റെ പരിശുദ്ധ അമ്മ എനിക്കെപ്പോഴും പരിശുദ്ധ അമ്മ എന്നെ ഏറ്റെടുത്ത് എൻ്റെ അമ്മയായിട്ട് എനിക്ക് എന്നും കൂടെ ഉണ്ടാകുന്നു. അതിനുശേഷം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവിക്കാനിടയായിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഇഷ്ടംപോലെ അമ്മമാരെ എൻ്റെ മാതാവ് ഒരുക്കി തന്നിട്ടുണ്ടെന്ന് വേണം ഞാൻ പറയാനായിട്ട്. ഞാൻ നാട്ടിലൊരു പീഡിയാട്രിക് എക്സ്പീരിയൻസിൽ വന്ന ഒരു സ്റ്റാഫാണ്. ഇവിടെ എന്നെ പീഡിയാട്രിക് എക്സ്പീരിയൻസിലോട്ട് തന്നെയാണ് ഇൻ്റർവ്യൂ എടുത്തത്. പക്ഷേ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഫീമെയിൽ കാർഡിയോളജി യൂണിറ്റിലാണ്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിറയെ എനിക്ക് അമ്മമാരാണ്. എല്ലാ അമ്മമാരിൽ നിന്നും എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടാറുണ്ട്. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ സ്നേഹവും എനിക്ക് അവർക്ക് ശുശ്രൂഷയിലൂടെ നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. സോണിയ, മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടിയതുപോലെ തന്നെ മക്കൾക്കും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും മക്കളും അത് അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ രണ്ടുപേരും ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പല ദിവസങ്ങളിൽ നമുക്ക് മക്കളെ തന്നെയൊക്കെ ആക്കിയിട്ട് രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോകുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു ആസ് എ മദർ എന്ന നിലയിൽ നമുക്ക് ഒത്തിരി ടെൻഷനാണ്. മക്കൾ എന്തെടുക്കായിരിക്കും, 100 കാര്യങ്ങളായിരിക്കും. അവരിപ്പോൾ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിനൊക്കെ മുമ്പ്, ഇപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ നമുക്കൊരു 5:45 ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനു മുമ്പ് പരമാവധി ഞങ്ങൾ രണ്ടുപേരും ഷിഫ്റ്റ് ഡ്യൂട്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് വൈകിട്ട് വന്നിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ മക്കളെ നേരത്തെ എഴുന്നേൽപ്പിച്ച് ഒരു 5:15 ആകുമ്പോഴേക്കും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിക്കും. കുടുംബ പ്രാർത്ഥന എത്തിച്ച് അവരോട് ബൈബിളും വായിച്ച് അവർ റെഡിയാക്കി ഇരുത്തിയിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. ആ പോകുന്നതിന് മുമ്പ് മക്കളെല്ലാവരെയും ഞാൻ ഹോളി വാട്ടർ കൊണ്ട് കുരിശ് വരച്ച് കുരിശിൻ്റെ സംരക്ഷണം അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും, അമ്മയുടെ നീല മേലങ്കിക്കുള്ളി പൊതിഞ്ഞ് എൻ്റെ മക്കളെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കും. മാതാവിനും ഈശോയ്ക്കും കാവൽമാലാഖമാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സംരക്ഷണത്തിലിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കൾക്കും ആ കൊന്തയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കാനും, ആ കൊന്തയോടുള്ള വിശ്വാസത്തിൽ ഇപ്പോൾ അവർ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതുന്നതിനേക്കാൾ മുമ്പ് ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിട്ട് പരീക്ഷ എഴുതാൻ പറയാനും, അതവർ തിരിച്ചു വന്ന് പറയാറുണ്ട്. ഞാനിന്ന് പരീക്ഷയ്ക്ക് മുമ്പ് ഞാനൊരു നന്മ നിറഞ്ഞ മറിയം എത്തിച്ചു, അപ്പോൾ എനിക്ക് ആൻസർ എഴുതാൻ പറ്റിയെന്ന് അവർ തിരിച്ചു വന്ന് പറയാറുണ്ട്. ആ മാതാവിൻ്റെ സംരക്ഷണം മക്കളിലേക്കും പകർന്നു കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ദൈവത്തിന് മഹത്വം. ചേച്ചി, ഇതുപോലെ പേരൻസ് എന്ന നിലയിൽ ഞങ്ങളും കുട്ടികൾക്ക് ജീവിതത്തിലെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാനായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നും ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനുള്ള ചെറിയ ചെറിയ ഉപദേശങ്ങളൊക്കെ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. മോന് ഞങ്ങൾ പുറത്ത് ചർച്ചിലൊക്കെ വരുമ്പോഴാണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ആരെങ്കിലും വയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സഹായത്തിനകത്ത് നിൽക്കുകയോ ചെയ്യുന്ന കാണുമ്പോൾ മോൻ ഓടി വന്ന് ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, അമ്മ അല്ലെങ്കിൽ അപ്പ
അവർക്കൊരു ആവശ്യമുള്ള ആളാണോ, നമ്മൾക്ക് എന്തെങ്കിലും അവരെ സഹായിക്കാമോ, എനിക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് തരാമോ എന്ന് അവൻ നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ അവരെ പാസ് ചെയ്ത് കടന്നു പോകുമായിരിക്കും. അതുപോലെ തന്നെ മോന് KG പഠിക്കുന്ന ഒരു അവസരത്തിൽ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ അവന് പ്രൈസ് ലഭിക്കുകയുണ്ടായി. അന്ന് കൊറോണ കാലഘട്ടമായിരുന്നു. അപ്പോൾ ടീച്ചർ ആ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ അവനൊരു അപ്രീസിയേഷൻ ലെറ്റർ അയക്കുകയുണ്ടായി. ശരിക്കും അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തേക്കാൾ കൂടുതൽ എനിക്ക് വിഷമമാണ് ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയായിരുന്നു മെൻഷൻ ചെയ്തത്, ആഡംസ് എന്നാണ് അവൻ്റെ പേര്. അപ്പം മോന് ക്ലാസ്സിൽ ആരെങ്കിലും ഹേർട്ടാവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ബാക്കോട്ട്, അതായത് പുറകോട്ട് നിൽക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവന് ഓടിപ്പോയി അവരുടെ ഒപ്പം ആക്കാനായിട്ട് അവൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഇനിഷ്യേഷൻ എടുക്കാറുണ്ടെന്ന് അതിനകത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്തു. അപ്പം നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്ന കൊച്ചു കൊച്ചു ഉപദേശങ്ങൾ അവർ ഒരുപാട് ഉൾക്കൊള്ളുകയും അവരത് ജീവിതത്തിൽ മാതൃകയാക്കുകയും ചെയ്യുന്നുണ്ട്. വളർന്നു വരുമ്പോൾ നല്ല കുട്ടിയായിട്ട് ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സോണിയ, അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം നമ്മളുടെ പേഴ്സണൽ പ്രയറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അത് എത്രമാത്രത്തോളം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം പേഴ്സണൽ പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചെയ്യുന്ന 5 മിനിറ്റത്തെ പ്രാർത്ഥനയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് പേഴ്സണൽ പ്രയറാണ്. അതിൻ്റെ ശക്തിയും അത് എനിക്ക് എൻ്റെ ജീവിതത്തിലുടനീളം നൽകുന്ന ആ അനുഗ്രഹവും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. എൻ്റെ വാർഡിനെയും എൻ്റെ വാർഡിൽ ജോലി ചെയ്യുന്നവരെയും മേലധികാരികളെയും എൻ്റെ വാർഡിലുള്ള എല്ലാ രോഗികളെയും അവരുടെ അറ്റൻഡേഴ്സ്, അന്ന് അവിടെ വരുന്ന റൗണ്ട്സിന് വരുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള രോഗികൾ, അന്ന് അഡ്മിഷന് വരാതിരിക്കുന്ന രോഗികൾ, ഇവരെല്ലാവരും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതുമൂലം എനിക്ക് എൻ്റെ ഡ്യൂട്ടിയിൽ തന്നെ ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പല രോഗികളും ഒത്തിരി ദേഷ്യം പിടിക്കുന്ന രോഗികളായിരിക്കാം. പക്ഷേ അവരോടൊക്കെ നല്ല സൗമ്യതയോട് നല്ല രീതിയിൽ എൻ്റെ ഡ്യൂട്ടി ചെയ്ത് തീർക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ അഡ്മിറ്റ് ആവുന്ന മറ്റ് നാഷണൽസ്, നമ്മളുടെ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള മക്കൾക്ക് മാതാവിനെ കുറിച്ച് ചിലപ്പോൾ അവർ ഇവിടെ വീടുകളിലൊക്കെ ജോലിക്ക് വന്ന് അവർക്ക് അവരുടെ ആ ഒരു വിശ്വാസം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥകളായിരിക്കും. അവരുടെ കയ്യിൽ ഒരു കൊന്തയോ ബൈബിളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരിവിടെ അഡ്മിറ്റായി കിടന്നിട്ട് അവരാകെ ഡിപ്രസ്ഡ് ആയിരിക്കും. അവർക്ക് അവരുടെ വീടും മക്കളൊക്കെ നാട്ടിലായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് അവരോട് ഈശോനെ കുറിച്ച് പറയാനും അവർക്കൊരു കൊന്ത കൊണ്ടു കൊടുക്കാനും, നിങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക, മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിക്കുക, എല്ലാം ശരിയാവുമെന്ന് പറയാനും, അതുവഴി ആ മക്കൾ നമ്മൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവരുടെ ആ ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ്, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു റിമോട്ട് ഏരിയയിലാണ്. അപ്പോൾ ആക്സിഡൻ്റൊക്കെ സംഭവിച്ചിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുന്നേ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഈ വ്യക്തിനെ നമുക്ക് രക്ഷപ്പെടുത്താവുന്നു. അപ്പോൾ അത് എനിക്കെപ്പോഴും എൻ്റെ മനസ്സിലതൊരു ഒരു വിഷമമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കും, എൻ്റെ ഈശോയെ, ആരെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ എത്രയും വേഗം ആശുപത്രിയിലേക്ക് ഒരു വൈദ്യസഹായം ലഭിക്കാനായിട്ട് ഇടയാക്കണമെന്ന്. അതുപോലെ തന്നെ ഞാൻ എപ്പോൾ വേണമെങ്കിൽ, ഇപ്പം നമ്മളുടെ വീട്ടിലിരിക്കുമ്പോൾ ഈ ആംബുലൻസിൻ്റെ സൈറൻ കേൾക്കുമല്ലോ, അപ്പോൾ അത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ഞാൻ ആംബുലൻസ് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, അമ്മ നീ കൂടെ പോകണമേ, ഒരു നന്മ നിറഞ്ഞ പറയുമേ. ഞാൻ ആ ആംബുലൻസിൻ്റെ സൈറൻ കേൾക്കുമ്പോൾ ഞാൻ എവിടെയായിരുന്നാലും ഞാൻ അത് എത്തിക്കും. അത് പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ഈ ആംബുലൻസിൻ്റെ ഒച്ച കേൾക്കാതെ ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആ ആംബുലൻസ് ഓടിക്കുന്ന ആ വ്യക്തിയെയും അതിലുള്ള നേഴ്സിനെയും ആ രോഗിയെയും പ്രത്യേകം തുറന്നെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. അതുവഴി എൻ്റെ ജോലി മേഖലയിൽ ഒത്തിരി മാറ്റങ്ങൾ കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്കും ചേച്ചി, ഞാൻ ഈ നഴ്സിംഗ് പ്രൊഫഷൻ ചൂസ് ചെയ്തപ്പോൾ ഈ ഒരു സർവീസിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് പഠനം പൂർത്തിയാക്കുക, ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കുക, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അത് എത്രമാത്രം ഒരു നല്ലൊരു പ്രൊഫഷനാണെന്ന് എനിക്ക് മനസ്സിലായത്. UAE വന്നപ്പോൾ അത് കൂടുതൽ ആ ജോലിയുടെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ നമ്മുടെ കൂട്ടായ്മയിലൂടെ തന്നെയാണ്. ഞങ്ങൾ വന്ന ആ സമയത്ത് തന്നെ ദുബായ് മിനിസ്ട്രിയിലായിരുന്നു ഞാൻ ആദ്യമായി പോകുന്നത്. അവിടുത്തെ ചേച്ചിമാർ എത്ര സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിക്കുകയും ഓരോ നഴ്സുമാരും വിശുദ്ധിയുടെ ഒരു ജീവിതത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു മെസ്സേജ് എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് എൻ്റെ ജോലിയിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ നാട്ടിൽ ഞാൻ ജോലി ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് ഒറ്റ സ്ട്രെസ്സില്ലാതെ എല്ലാ ദിവസവും ഡ്യൂട്ടി എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പേഷ്യൻസൊക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവർക്ക് ആശ്വാസം കൊടുക്കാറുണ്ട്. എല്ലാവരോടും പ്രാർത്ഥിക്കുവാനുള്ള മെസ്സേജ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ 1-2 ഇൻസിഡൻസിൽ പേഷ്യൻസ് ഒരുപാട് അവർ മാനസികമായിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ അവരുടെ തന്നെ ഫോൺ എടുത്തിട്ട് കരുണയുടെ കൊന്ത ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു 1-2 പേർക്ക് എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അവരൊരു 1-2 മണിക്കൂർ ആ ജപമാലയിൽ പങ്കെടുത്തതിന് ശേഷം
അപ്പോൾ ആ വ്യക്തികളുടെ ക്രാഷ് കോളിലോട്ട് പോവുകയും അങ്ങനെ മരിക്കുകയും ചെയ്തു. ഒരു പേഷ്യൻറ്റിൻ്റെ ക്രാഷ് കോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പേഷ്യൻ്റെ സൈഡിൽ നിന്ന് ആ കരുണക്കൊന്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരുപക്ഷെ ദൈവം നമ്മളിലൂടെ അവരെ ഒരുക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ സഹപ്രവർത്തകർക്കാണെങ്കിലും നമ്മൾക്കുള്ള വിശ്വാസങ്ങളും ബോധ്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കാറുണ്ട്. ഒരിക്കലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ സോണി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്ന വചനം 2 മക്കബായർ 8:18 തനിക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ലോകം മുഴുവനെയും തന്നെ തൻ്റെ അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കുവാൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. ഞാനതൊരു പേപ്പറിൽ സിസ്റ്ററിന് എഴുതി കൊടുത്തു. സിസ്റ്റർ അത് റിപ്പീറ്റഡായിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുവാനായിട്ട് ഇടയായി. സിസ്റ്റർ ഒത്തിരി വർഷമായി, 10 വർഷത്തോളം മുന്നേ ആയിരുന്നു. ഇപ്പോഴും സിസ്റ്ററിന് എന്തെങ്കിലും എന്നെക്കാളും ഒത്തിരി സീനിയർ സിസ്റ്ററാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്നെ വിളിച്ച് ചോദിക്കും, സോണി അതേതായിരുന്നു ആ വചനം ഒന്നുകൂടെ തന്നേ മോളേന്ന്. ആ ഒരു വചനത്തിലൂടെ ഈശോയുടെ ഒരു ഇടപെടൽ ഞങ്ങൾക്ക് അനുഭവമായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സോണിയ ഇപ്പോൾ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ പ്രതിസന്ധിയിൽ ആ വചനം കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ മാറ്റം, അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കൊറോണയുടെ ആ ഫസ്റ്റ് വേവ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഹസ്ബൻഡും 3 മക്കളാണ് ഇവിടെ താമസിക്കുന്നത്. എനിക്ക് റിലേറ്റീവായിട്ട് ആരും ഇവിടെ UAE-ലില്ല. അപ്പോൾ ഞാൻ ഒത്തിരി ടെൻസ്ഡായിരുന്നു. ഈശോയെ, ആർക്കെങ്കിലും ഒരാൾക്കൊരു കൊറോണ പോസിറ്റീവായി കഴിഞ്ഞാൽ, ആ ആദ്യ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും പോസിറ്റീവായി ആയിക്കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അവരെ കൊറോണ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിക്കുമായിരുന്നു, ഈശോ എനിക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് പോസിറ്റീവായി കഴിഞ്ഞാൽ മക്കളെ തന്നെ എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി എനിക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളെപ്പോഴും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വചനമാണ് പുറപ്പാട് 23:25. നമ്മുടെ ദൈവമായ കർത്താവിനെ നമ്മൾ ആരാധിക്കണം, അപ്പോൾ നമ്മുടെ ഭക്ഷ്യവും പാനീയവും ആശ്രദിക്കപ്പെടും, രോഗങ്ങൾ നമ്മുടെ ഇടയിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമായി. ദൈവകൃപയാൽ ഞങ്ങൾക്ക് 5 പേർക്കും ഇതുവരെ കൊറോണ പോസിറ്റീവായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ സോണിയ, ഈ ലാസ്റ്റ് ഓഗസ്റ്റിൽ ഞങ്ങൾ നാട്ടിൽ വെക്കേഷന് പോയ സമയത്ത് ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോയതായിരുന്നു. അപ്പോൾ അതൊരിത്തിരി ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സൈറ്റ് സീയിങ്ങിന് വേണ്ടി നടന്നു പോയപ്പോൾ 2 സൈഡിൽ നിറച്ച് പുല്ലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരിത്തിരി കെയർഫുള്ളായിട്ടാണ് പോയത്. കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും 2 മക്കളും ചേട്ടനൊക്കെ ഇത്തിരി മുന്നോട്ടേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് എത്താനായിട്ട് ഇത്തിരി സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ജീപ്പ് ഞങ്ങളെ ക്രോസ് ചെയ്ത് പോയി. അത് കഴിഞ്ഞ് അപ്പോഴും ഞങ്ങൾക്ക് അവരുടെ അടുത്ത് എത്തണം എന്നുള്ള ആ ഇൻറ്റൻഷനിൽ ഞങ്ങൾ ഇത്തിരി സ്പീഡിൽ പോയപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല, ഒരു പാമ്പ് പെട്ടെന്ന് മകളുടെ കാലിൻ്റെ അടുത്തേക്ക് വരും. ഞങ്ങളിത് ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് ആ സ്പീഡിൽ പോവാണ്. പക്ഷേ ദൈവകൃപയാൽ പെട്ടെന്ന് ചേച്ചി ഈ പാമ്പിനെ കണ്ടു. ചേച്ചി വിളിച്ചു പറഞ്ഞു, ജിനി ഇതേ മോള് പാമ്പിനെ ചവിട്ടുന്നു. പെട്ടെന്ന് ഞാൻ മോളെ എടുത്തങ്ങ് മാറ്റി. അങ്ങനെ ഒരു പാമ്പിനെ ഞങ്ങൾ അതുവരെ കണ്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പാമ്പിനെ. പക്ഷേ ആ പാമ്പ് വിഷമുള്ളതാണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ ആ ദൈവത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെടാൻ സാധിച്ചു. ആ പാമ്പെങ്ങാനും കടിക്കുകയാണെങ്കിൽ അവിടെ അടുത്തൊരു ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഈ സംഭവത്തെക്കുറിച്ച് ഒന്നും കൂടി ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മ നമ്മൾ സങ്കീർത്തനം 91 ചൊല്ലി പ്രാർത്ഥിക്കുന്നില്ലേ, അതിൽ പറയുന്നില്ലേ, സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. അപ്പോൾ മകൾ എന്നോട് പറഞ്ഞു, അമ്മ ഈ വചനത്തിൻ്റെ ശക്തിയാണ് അന്ന് ഞാൻ പാമ്പിനെ ചവിട്ടാതെ പോയതെന്ന്. ചേച്ചി, കുഞ്ഞു മക്കളാണെങ്കിലും വചനത്തിൻ്റെ ഒരു ശക്തി അവർക്ക് മനസ്സിലായി കിട്ടുന്നുണ്ടല്ലോ. ഈശോയ്ക്ക് നന്ദി. ഹല്ലേലൂയ. കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാനും ഹസ്ബൻഡും കോവിഡിൻ്റെ ICUലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് വേവിൽ ഞങ്ങൾക്ക് കൊറോണ ബാധിക്കുകയും അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്കും ചേച്ചിക്കും വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഫസ്റ്റ് ഡേയിൽ തന്നെ ഹോസ്പിറ്റലൈസ്ഡായി അവരിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തു. എങ്കിലും 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും നമ്മൾ അറിയുന്നു കുട്ടികൾക്കും ചേച്ചിക്കും പോസിറ്റീവാണ്. ആ ഒരു സമയങ്ങളിലൊക്കെ നമുക്കറിയാം ഒരുപാട് മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ഒത്തിരി സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുന്ന ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ നോക്കുമ്പോൾ ചേച്ചിക്ക് പ്രോപ്പറായിട്ടൊരു ഇൻഷുറൻസ് ഇല്ല ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട്. ഒരുപാട് ടെൻഷനിലൂടെ കടന്നുപോയി. എങ്കിലും ഒരു അത്യുന്നതൻ്റെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. വചനത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അത്ഭുതകരമായി അതിൽ നിന്നൊക്കെ ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ദൈവത്തിന് മഹത്വം. ചേച്ചി, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ? സ്നേഹനാഥനായ ഈശോയെ, ഇന്നീ ദിവസം ഈശോയെ പങ്കുവയ്ക്കുവാനും ഈശോയുടെ സാക്ഷികളാക്കി മാറ്റുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോയുടെ സാക്ഷികളായി ഉയർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, അങ്ങയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 12-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. ഈ വചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ സഹനങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമീൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.